ഹലോ ഫ്രണ്ട്സ്, വിൻസ്പെയറിൻ്റെ SCRT സീരീസിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു പാഠഭാഗമാണ്. കെമിസ്ട്രി നമ്മൾ ഇതുവരെ ഒറ്റ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൂ അല്ലേ? കാരണം നമ്മൾ ഓരോ SCRT പാഠഭാഗവും അതിൻ്റെ ഓർഡറിൽ നോക്കി വരികയാണ്. സോ ആറാം ക്ലാസ്സിൽ 9ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ക്രമപ്രകാരം നോക്കി വരുമ്പോൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഫിസിക്സും ബയോളജിയൊക്കെ ആയിരുന്നു. അതാണ് നമുക്ക് ഫിസിക്സും ബയോളജി ക്ലാസ്സുകൾ 8ഉം 9ഉം 10ഉം ക്ലാസ്സുകളായപ്പോൾ കെമിസ്ട്രി കേവലം 2 പാഠഭാഗത്തിൽ മാത്രം ഒതുങ്ങിയത്. സോ നമുക്ക് പഠിക്കാം. ചേർക്കാം, പിരിക്കാം. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. ചേർക്കാം, പിരിക്കാം. കൽക്കണ്ടം നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? കൽക്കണ്ടം എല്ലാവർക്കും അറിയാമെന്ന് അല്ലേ? കൽക്കണ്ടം രുചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ രുചി? എന്തൊക്കെ പ്രത്യേകതകൾ അതിനുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. കൽക്കണ്ടം നിറം എന്താണ്? വെള്ള നിറമാണ് അല്ലേ? വെള്ള നിറമാണ്. മണം അതിന് പ്രത്യേകിച്ച് മണമില്ല. ദെൻ അതിൻ്റെ അവസ്ഥ അത് ഖരാവസ്ഥയാണ്, സോളിഡാണ് അല്ലേ? ഒരു കഷ്ണം കൽക്കണ്ടം പൊടിച്ച് ചെറു തരികളാക്കി വീണ്ടും രുചിച്ച് നോക്കൂ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടാവില്ല. അതേ രുചി തന്നെ ആയിരിക്കും. ഒരു തരിയെ ചെറു കണികകളാക്കി ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ച് നോക്കൂ. ഇനിയും ചെറുതാക്കാൻ കഴിയുമോ? കഴിയും അല്ലേ? ഇനിയും അതിനെ ചെറുതാക്കാൻ കഴിയും. സോ ഈ പ്രക്രിയ തുടർന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കൽക്കണ്ടത്തിൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള ഏറ്റവും ചെറിയ കണിക ലഭിക്കുമല്ലോ. ഇതിനെയാണ് നാം കൽക്കണ്ടത്തിൻ്റെ തന്മാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പദാർത്ഥത്തെ ഏറ്റവും ചെറിയ കണികകൾ, ഇനി അതിനെ ചെറുതാക്കാൻ കഴിയില്ല, അതിൻ്റെ അത്രമാത്രം ചെറിയ കണികകളാക്കുന്നു. പക്ഷേ ഈ ചെറിയ കണികൾക്ക് പദാർത്ഥത്തിൻ്റെ അതേ സ്വഭാവം തന്നെയുണ്ട് എങ്കിൽ നമ്മളതിനെ തന്മാത്ര എന്ന് പറയുന്നു. സോ നമുക്കത് PSC ഫാക്ട് എന്ന രീതിയിൽ പഠിക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ എന്തൊക്കെ ഉണ്ട് പ്രത്യേകത? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അവിടെ നിലനിർത്തുന്നു, മാത്രമല്ല അതിൻ്റെ ഏറ്റവും ചെറിയ കണികകളുമാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ദ്രാവക, വാതക അവസ്ഥകളിലുള്ള എല്ലാ പദാർത്ഥങ്ങളിലും നമുക്ക് തന്മാത്രകൾ കാണാൻ കഴിയും. തന്മാത്രകൾ കൊണ്ടാണ് ഇവകളെ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ശുദ്ധ പദാർത്ഥങ്ങൾ. കൽക്കണ്ടത്തിൽ അതിൻ്റെ തന്മാത്രകൾ മാത്രമല്ല ഉള്ളത്. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നത് എങ്കിൽ മാത്രമല്ലേ ഉള്ളത്? അതെ, കൽക്കണ്ടത്തിൽ അതിൻ്റെ തന്മാത്രകൾ മാത്രമല്ലേ ഉള്ളത്, അഥവാ ആ ഒരു ഗുണമുള്ള തന്മാത്രകൾ മാത്രമല്ലേ ഉള്ളത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമുണ്ട് എങ്കിൽ അതിന് നമ്മൾ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. ഇപ്പം ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. കാരണം ജലത്തിൽ നമുക്ക് ജലതന്മാത്രകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. സോ നമുക്ക് ശുദ്ധ പദാർത്ഥങ്ങളുടെ മറ്റു ചില ഉദാഹരണങ്ങളിലേക്ക് വരാം. കറിയിപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, അപ്പക്കാരം, കോപ്പർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, വെള്ളി, തുരിശ് ഇവകളിലെല്ലാം അതാത് തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ ശുദ്ധ പദാർത്ഥങ്ങൾ. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ ശുദ്ധ പദാർത്ഥം എന്നാണ് പറയുന്നത്. ഇനി കൽക്കണ്ടം ജലത്തിൽ ലയിപ്പിക്കുക. ആ ഒരു ലായനിയിൽ എന്തൊക്കെ തന്മാത്രകൾ ഉണ്ടാകും? അവിടെ കൽക്കണ്ടത്തിൻ്റെയും ജലത്തിൻ്റെയും തന്മാത്ര ഉണ്ടാകും. അപ്പോൾ അതെന്തല്ല? ശുദ്ധ പദാർത്ഥമല്ല. അതിനെ നമ്മൾ പറയുന്ന പേര് മിശ്രിതം എന്നാണ്. മിശ്രിതം. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകളുള്ള ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയാം. അപ്പോൾ താഴെ കുറച്ച് പദാർത്ഥങ്ങളുടെ പേരും മറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം. പദാർത്ഥം: പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയും ജലവും ഉണ്ട്, 2 തന്മാത്രകളുണ്ട്. ഇനി സോഡയിലോ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടോ? ഓക്സിജനിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ശുദ്ധ പദാർത്ഥമാണ്. വായുവിൽ എന്തൊക്കെയുണ്ട്? നൈട്രോജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അത് ഒരു മിശ്രിതമാണ്. മെർക്കുറിയിൽ മെർക്കുറി മാത്രമേ ഉണ്ടാവൂ. ഇരുമ്പ് മാത്രമേ ഉണ്ടാവൂ. തുരിശിൽ കോപ്പർ സൾഫേറ്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഞാൻ ഈ റെഡ് ഇങ്ക് വെച്ച് വരച്ചിരിക്കുന്നതെല്ലാം ശുദ്ധ പദാർത്ഥവും ബാക്കിയുള്ളത് മിശ്രിതവുമാണ്. മിശ്രിതം. സോ ശുദ്ധ പദാർത്ഥത്തിൽ ഒരിനം തന്മാത്രകൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ കാണാത്ത ഒരൊറ്റ ഇനം തന്മാത്രകൾ മാത്രം കാണുന്നത് ശുദ്ധ പദാർത്ഥം. ഒന്നിലധികം തന്മാത്രകൾ കാണുന്നത് മിശ്രിതം. അപ്പോൾ മിശ്രിതങ്ങൾ പലതരത്തിലുണ്ട്. മിശ്രിതങ്ങളുടെ ടൈപ്പാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? പഠിക്കുകയല്ലേ? സോ വ്യത്യസ്ത തരം മിശ്രിതങ്ങൾ. ഒരു സ്ഫടിക ഗ്ലാസ്സിലെ ജലത്തിൽ കുറച്ച് ഉപ്പും മറ്റൊരു ഗ്ലാസ്സിൽ
ഒരു ചോക്ക് പൊടിയും നന്നായിട്ട് കലക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? നന്നായിട്ട് കലക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഉപ്പ് തരികളായിട്ട് കാണാൻ കഴിയും. എന്നാൽ ചോക്ക് പൊടിയോ കാണാൻ കഴിയോ? ഇല്ല. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇളക്കി വെച്ച് കുറച്ച് സമയത്തിന് ശേഷം 2 ഗ്ലാസും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ച് നോക്കുക. ഉപ്പും ചോക്ക് പൊടിയും ജലത്തിൽ ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു സ്ട്രോ ഉപയോഗിച്ച് ഉപ്പ് ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ ലായനി എടുത്ത് രുചിച്ച് നോക്കൂ. എല്ലാ ഭാഗത്തും ഒരേ രുചിയാണോ? എല്ലാ ഭാഗത്തും ഉപ്പ് കലക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിഭാഗത്ത് കുറച്ച് രുചി കൂടുതലായിരിക്കും അല്ലേ? സോ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അതിനെ ഏകാത്മക മിശ്രിതം. അപ്പോൾ മിശ്രിതം പലതരത്തിലുണ്ട്. ഒന്ന് ഏകാത്മകം അഥവാ ഹോമോജീനിയസ് മിക്സ്ചർ, അഥവാ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തിലും ഗുണം ഒരേപോലെയാണ് എങ്കിൽ അത് ഏകാത്മകം. അപ്പോൾ ഉപ്പ് ലായനിയൊക്കെ ഏകാത്മകമാണ് കേട്ടോ. നമ്മൾ ഉപ്പ് കലക്കുമ്പോൾ അത് നന്നായിട്ട് കലക്കിയില്ലെങ്കിൽ ചില ഭാഗത്ത് അഥവാ അടിയിൽ മാത്രം ഉപ്പ് കൂടുതലായിട്ട് കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഉപ്പ് ലായനി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തിലും ഒരേ രുചിയാണ് ഉണ്ടാവുക കേട്ടോ. ദെൻ ചോക്കുപൊടി കലർത്തിയ ലായനി നിരീക്ഷിച്ചില്ലേ? അവിടെ എല്ലാം ഒരേ അളവിലാണോ? അല്ല. ചില ഭാഗത്ത് ചോക്കുപൊടി കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. ദെൻ അല്പം സംഭാരം ഒരു ഗ്ലാസ്സിലെടുത്ത് നിരീക്ഷിക്കുക. അവിടെയും ഘടകങ്ങളെല്ലാം ഒരേപോലെയാണോ? അല്ല. ചില സ്ഥലങ്ങളിൽ കട്ടി കൂടുതൽ, കുറവ്, പിന്നെ കുറേ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നത് എങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം. അപ്പോൾ ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗവും ഒരേപോലെയാണെങ്കിൽ ഏകാത്മകം, വ്യത്യസ്ത രീതിയിലാണ് എങ്കിൽ ഭിന്നാത്മക മിശ്രിതം. മനസ്സിലായോ? അപ്പോൾ മിശ്രിതം എന്താണെന്ന് പഠിച്ചു. മിശ്രിതം ഏകാത്മകവും ഭിന്നാത്മകവും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏകാത്മക മിശ്രിതത്തിനും ഭിന്നാത്മക മിശ്രിതത്തിനും ഉദാഹരണങ്ങൾ ഏത് എന്ന് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. സോ ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യുക. നാരങ്ങ വെള്ളം, കരിങ്ങാലി വെള്ളം, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, വായു, സോഡ, ഇതൊക്കെ ഏകാത്മക മിശ്രിതമാണ് കേട്ടോ. നാരങ്ങ വെള്ളം, കരിങ്ങാലി വെള്ളം, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, വായു, സോഡ. ഇനി ഭിന്നാത്മക മിശ്രിതത്തിലേക്ക് വരുന്ന സമയത്ത് ചോക്കുപൊടി ലായനി, മണലും വെള്ളവും, കഞ്ഞി, കറികൾ, സംഭാരം, ഇതൊക്കെ ഭിന്നാത്മകമാണ് അല്ലേ? കറിയിലൊക്കെ എല്ലാ ചേരുവകളും ഒരേ അളവിലല്ല ഉണ്ടാവുക അല്ലേ? സംഭാരത്തിലും അങ്ങനെ തന്നെയാണ്, മണലും വെള്ളവും അങ്ങനെ തന്നെയാണ്. സോ അതൊക്കെ ഭിന്നാത്മകമാണ്. ലീനം. അപ്പോൾ നമുക്ക് ലായനികളെ ഇനി നമുക്ക് പലതരത്തിൽ തിരിക്കാൻ പോവുകയാണ്. ലീനം, ലായകം, ലായനി. എന്നിവയെക്കുറിച്ച് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ അതാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. അപ്പോൾ ലായനികളെല്ലാം ഏകാത്മക മിശ്രിതങ്ങളാണ്. നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥത്തിൽ ദ്രാവകത്തിൽ ലയിച്ചവയാണ് അല്ലേ? ഇപ്പോൾ പഞ്ചസാര ലായനി, പഞ്ചസാര ഖരവസ്തുവാണല്ലോ, അത് വെള്ളം ആകുന്ന ദ്രാവക അവസ്ഥയിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഞ്ചസാര ലായനി ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല, ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും ഉള്ള ലായനികളുണ്ട്. പക്ഷെ ലായനികൾ എപ്പോഴും ദ്രാവകാവസ്ഥയിലായിരിക്കില്ല. പല അവസ്ഥകളിൽ ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികൾ ഉണ്ടാകും. സോ നമുക്ക് നോക്കാം. ബ്രാസ് അഥവാ പിച്ചള, അത് ഖരാവസ്ഥയാണ് അല്ലേ? അവിടെ നമുക്ക് സിങ്കും കോപ്പറും കാണാം. ഇത് PSC ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ബ്രാസ്, പിച്ചളയിൽ സിങ്കും കോപ്പറും ഉണ്ടാകും. ഇനി സോഡ, അവിടെ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ജലം, കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകാവസ്ഥയിലാണ്. ഇനി ഗ്ലിസറിൻ, വെള്ളത്തിൽ ലയിച്ചത്, ഗ്ലിസറിനും വെള്ളവും ഉണ്ടാകും. വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികകൾ മുതലായവ ഉണ്ടാകും. അത് നമ്മൾ പഠിച്ചു. സോ നമുക്ക് ഉൾപ്പെട്ട പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ലായനികളുടെയും സവിശേഷത നോക്കാം. ബ്രാസ് ഖരാവസ്ഥയിലാണ്. സോഡ വാതകം, ദ്രാവകത്തിൽ ലയിച്ചതാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അല്ലേ? ഇനി പഞ്ചസാര ലായനിയിലേക്ക് വരുന്ന സമയത്ത് പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ഖരമാണ്, അത് ദ്രാവകത്തിൽ ലയിച്ചതാണ്. ഇനി ഗ്ലിസറിനും ജലവുമാണ്. അപ്പോൾ അത് ദ്രാവകത്തിൽ, ഗ്ലിസറിനും ഒരു ദ്രാവകമാണ്. അപ്പോൾ ദ്രാവകത്തിലാണ് ലയിച്ചത്. ഇനി വായു വരുന്ന സമയത്ത് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള വാതകങ്ങളാണ്. അപ്പോൾ വാതകങ്ങൾ തന്നെയാണ് അവിടെ ലയിക്കുന്നത്. അപ്പോൾ അവിടെ മിശ്രിതം നമ്മൾ പറഞ്ഞു ഒന്നിലധികം തന്മാത്രകൾ പരസ്പരം ലയിക്കുമ്പോഴൊക്കെയാണ് ലായനിയും അല്ലെങ്കിൽ മിശ്രിതം ലായനിയൊക്കെ വരുന്നത് അല്ലേ? സോ നമുക്ക് ലായനിയിൽ നിന്നും മിശ്രിതത്തിൽ നിന്നും കാര്യങ്ങളെ വേർതിരിക്കാൻ കഴിയുമോ?
ഒന്നിലധികം വസ്തുക്കൾ കലർന്നതോ ലയിച്ചതോ ആയ പദാർത്ഥങ്ങളാണല്ലോ നാം ഇതുവരെ പരിശോധിച്ചത്. ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുമോ? വേർതിരിച്ചെടുക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാം. ചിലപ്പോൾ ചിലത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും അല്ലേ. ഒരു ഗ്ലാസ് ജലത്തിൽ കുറച്ച് മണലിട്ടിളക്കൂ. എന്താണ് സംഭവിക്കുക? ഗ്ലാസിൻ്റെ അടിയിൽ മണൽത്തരികൾ അടിഞ്ഞുകൂടുന്നു അല്ലേ. ഒരു ഗ്ലാസ് ജലത്തിൽ കുറച്ച് മണലിട്ട് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് മണലെല്ലാം ഇങ്ങനെ അടിയിൽ വന്ന് കിടക്കുന്നുണ്ടാകും. ഇനി മറ്റൊരു ഗ്ലാസ്സിലെ ജലത്തിൽ അല്പം ഉപ്പ് ചേർത്തിളക്കൂ. എന്ത് സംഭവിക്കുന്നു? ഉപ്പ് വെള്ളത്തിൽ ലയിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? മണൽ താഴെ വന്ന് അടിയുന്നു. എന്നാൽ ഉപ്പ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? അത് വേർതിരിച്ച് വരുന്നില്ല, അത് ലയിച്ച് പോവുകയാണ്. ഇപ്പോൾ 2 ഗ്ലാസ്സിലെയും മിശ്രിതത്തിന് എന്ത് വ്യത്യാസമാണുള്ളത്? മണലിൻ്റെയും വെള്ളത്തിൻ്റെയും മിശ്രിതം ഒരേ ഗുണങ്ങൾ കാണിക്കുന്നില്ല അല്ലേ. ഇവിടെ വേറെ വേറെ ഗുണങ്ങളാണ് കാണിക്കുന്നത്. ഗ്ലാസിൻ്റെ അടിയിൽ മണൽത്തരികൾ അടിഞ്ഞുകൂടുന്നു, ആയതിനാൽ അവ ഭിന്നാത്മക മിശ്രിതമാണ്. എന്നാൽ ഉപ്പ് പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്നു, അതിൻ്റെ ഗുണങ്ങൾ എല്ലാ ഭാഗങ്ങളിലും തുല്യമാണ്. അതുകൊണ്ട് അത് ഏകാത്മക മിശ്രിതമാണ്. ഇത് ഏകാത്മകവും ഇത് ഭിന്നാത്മക മിശ്രിതവുമാണ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ മണലും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് മണൽ നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? അതിനെ നമുക്ക് തെളിഞ്ഞൂറ്റൽ വഴി വേർതിരിച്ചെടുക്കാൻ കഴിയും അല്ലേ. അവിടെ നമുക്ക് ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. അപ്പോൾ തെളിയൂറ്റലിലൂടെ നമുക്കിതിനെ എടുക്കാൻ കഴിയും. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. അപ്പോൾ മണൽ നമ്മൾ ആ ഒരു വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് മണൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വെള്ളം എന്ത് ചെയ്യും? അത് ഊറ്റിക്കളയും, എന്നിട്ട് മണലെടുക്കും. അതിനെയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഇനി വെള്ളം തെളിയിക്കാൻ, തെളിയൂറ്റി കിട്ടുന്ന ജലം പൂർണ്ണമായും തെളിഞ്ഞതാണോ? ആ വെള്ളം പൂർണ്ണമായിട്ടും ശുദ്ധമായിരിക്കില്ല അല്ലേ. കൂടുതൽ തെളിഞ്ഞ ജലം ലഭിക്കാൻ നമുക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയും? അത് നമുക്ക് ഫണൽ അല്ലെങ്കിൽ അരിപ്പൊക്കെ ഉപയോഗിച്ച് ഫിൽട്ടർ പേപ്പർ, ശുദ്ധീകരണം, വട്ടി ഇതൊക്കെ ഉപയോഗിച്ച് ശുദ്ധിയാക്കാൻ പറ്റും. അപ്പോൾ വെള്ളം ശുദ്ധിയാക്കാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളാണ് ഫണൽ, ചായ അരിപ്പ, ഫിൽട്ടർ പേപ്പർ, തുണി കഷ്ണം, വട്ടി. ഏതെല്ലാം വസ്തുക്കളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ആ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ത്? അപ്പോൾ മണലിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ എങ്ങനെ ഏത് ഉപയോഗിക്കാം? അപ്പോൾ നമുക്ക് കിട്ടുന്ന കണം മണൽ ചെറുതായതുകൊണ്ട് നമ്മൾ ഫണലിലൊന്നും വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അരിപ്പയിൽ വെച്ചാൽ നമുക്ക് അത്രയൊന്നും കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് തുണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ശുദ്ധിയായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പറിൽ നമുക്ക് പിന്നെയും ശുദ്ധിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കലർത്തിയിട്ടുള്ള ആ ഒരു ആ വസ്തുവിൻ്റെ തരികളുടെ വലിപ്പം അതനുസരിച്ചായിരിക്കും നമ്മൾ ഇതിലൊരു എക്യുപ്മെൻറ്റിനെ എടുക്കുക. പുട്ടിനും പത്തിരിക്കും അരിപ്പൊടി തയ്യാറാക്കുമ്പോൾ നമ്മൾ അരിപ്പ എടുക്കും. കാരണം ആ ഒരു വലിപ്പത്തിൽ മതി നമുക്ക്. കെട്ടിട പണിക്ക് സമയത്ത് നമ്മൾ എടുക്കുന്ന അരിപ്പകൾ കുറച്ചുകൂടി വലുതാണ്. കാരണം അവിടെ നമുക്ക് അരിച്ചെടുക്കേണ്ട വേസ്റ്റിൻ്റെ കണികകളുടെ വലിപ്പം കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കേണ്ട വസ്തുക്കളുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ അരിപ്പകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങൾ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. വളരെ ഈസിയാണ്, നമുക്കറിയുന്നതാണ് അല്ലേ. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിക്കൽ എന്ന് പറയുന്നത്. ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതത്തെ നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയും? എന്തെല്ലാം ഇതിനാവശ്യമാണ്? ചോക്കുപൊടിയും ജലവുമാണ്. അപ്പോൾ ചോക്കുപൊടി വളരെ നേർത്തതാണ്. അപ്പോൾ ഫിൽട്ടർ പേപ്പർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ. ഫിൽട്ടർ പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ അരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ കണികകളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് അരിക്കൽ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമുക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ലയിച്ച് ചേർന്നവ വേർതിരിക്കാൻ. ഉപ്പ് ലായനിയിൽ എന്ത് ചെയ്യുന്നു? ഉപ്പ് ലയിക്കുകയാണ് അല്ലേ. അത് അടിയുന്ന സമയത്തെ നമുക്ക് അരിച്ചെടുക്കാൻ കഴിയും അല്ലേ. അടിയുന്ന ഒരു വസ്തുവെ അരിച്ചെടുക്കാൻ കഴിയും. ലയിച്ച് ചേർന്നവയെ നമുക്ക് അരിച്ചെടുക്കാൻ കഴിയില്ല. സോ ഉപ്പ് ലായനിയിൽ അരിപ്പ ഉപയോഗിച്ച് ഉപ്പ് വേർതിരിക്കാൻ കഴിയില്ല. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചാലോ? കഴിയുമോ? കഴിയില്ല. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഉപ്പ് വെള്ളത്തിൽ പൂർണ്ണമായിട്ടും ലയിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ പൂർണ്ണമായിട്ടും ലയിച്ച വസ്തുക്കളെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ബാഷ്പീകരണം. ബാഷ്പീകരണം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. അപ്പോൾ ഒരു ദ്രാവകം, ഉപ്പ് ലായനി ഇതൊരു ദ്രാവകമാണ്. അതിന് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു? ബാഷ്പമായിട്ട് മാറുന്നു. ഇതിനെയാണ് ബാഷ്പീകരണം. അപ്പോൾ പൂർണ്ണമായിട്ടും ലയിച്ച ഒരു വസ്തുവിനെ നമുക്ക്
അതിനെ വേർതിരിച്ചെടുക്കാൻ എന്ത് ചെയ്യാം? ബാഷ്പീകരണം ചെയ്യാം. അപ്പോൾ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കടൽ ജലം ഉപ്പളങ്ങളിൽ കയറ്റി നിർത്തുന്നു. പകൽ സമയത്ത് സൂര്യപ്രകാശമേറ്റ് ജലം ബാഷ്പീകരിക്കുകയും ഉപ്പ് അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. കണ്ടില്ലേ, ഇവിടെ ഇയാൾ ഉപ്പ് ശേഖരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ വെള്ളം, ആ ഒരു കടൽ വെള്ളത്തെ സൂര്യപ്രകാശം ഏൽപ്പിച്ച് ചൂടാക്കി അതിനെ ബാഷ്പീകരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പൂർണ്ണമായിട്ടും ലയിക്കുന്ന വസ്തുക്കളെയെല്ലാം തന്നെ നമുക്ക് എന്തുപയോഗിച്ച് വേർതിരിച്ചെടുക്കാൻ കഴിയും? ബാഷ്പീകരണം. അപ്പോൾ ലയിക്കുന്ന വസ്തുക്കളെ നമുക്ക് ബാഷ്പീകരണം, അടിഞ്ഞുകൂടുന്ന വസ്തുക്കളെ അരിക്കൽ പ്രക്രിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഇതിൻ്റെ ഹയർ ലെവലാണ് ഇനി നമ്മൾ മുകളിലെ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് കേട്ടോ. ഇനി ഇരുമ്പ് പൊടി വേർതിരിക്കൽ. ലോഹവാതിലുകളും ഗേറ്റുകളും ഉണ്ടാക്കുന്ന ഒരു പണിശാലയിൽ അലൂമിനിയം പൈപ്പുകളും ഇരുമ്പ് പൈപ്പുകളും മുറിച്ചപ്പോഴുണ്ടായ പൊടികൾ വേർതിരിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. സോ ഇരുമ്പ് പൊടി വേർതിരിക്കാൻ, ഇരുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അരിച്ചെടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഇരുമ്പിനൊരു ഗുണമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സിൽ നമ്മൾ പറഞ്ഞു, കാന്തിക സ്വഭാവമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാന്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാം. അപ്പോൾ കാന്തിക സ്വഭാവം ഉള്ളതിനെ നമുക്ക് എന്തുപയോഗിച്ച് വേർതിരിക്കാം? കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കാന്തമാണ് ഉപയോഗിക്കുന്നത്. കാന്തം ഉപയോഗിച്ച് വേർതിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി വരുന്ന ഡെഫിനിഷൻസും ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഹയർ ലെവൽ ക്ലാസ്സുകളിൽ പോകുമ്പോൾ പഠിക്കാം. ഇപ്പോൾ പഠിച്ചു വെക്കുക, കാന്തിക സ്വഭാവമുള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാം. ഓക്കെ അല്ലേ? ഇനി ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കേണ്ടി വരുന്ന മറ്റ് പല സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ വേർതിരിക്കുന്നു എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ചില പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഇത് മില്ലിൽ ആട്ടുന്നതും അതേപോലെ അരിക്കുന്നതും കണ്ടില്ലേ, ചായ അരിച്ചെടുക്കുന്നത്, നാരങ്ങ പിഴിയുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. കൊപ്ര ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ വീട്ടിൽ കൊണ്ടുവരാറില്ലേ? ഇതിൽ അവശേഷിക്കുന്ന പിണ്ണാക്കിൻ്റെ അംശം നീക്കം ചെയ്യാൻ നമ്മുടെ വീടുകളിൽ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? അവിടെ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പിണ്ണാക്കിൻ്റെ അംശം വേർതിരിച്ചെടുക്കുന്നു അല്ലേ? കണ്ടിട്ടില്ലേ? ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കും. അപ്പോൾ ഈ കോട്ടൺ തുണിയിൽ എന്ത് ചെയ്യും? പിണ്ണാക്കുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ദെൻ മണ്ണ് നല്ലൊരു അരിപ്പ. ചിത്രം ശ്രദ്ധിക്കൂ. കക്കൂസ് ടാങ്കിൽ നിന്ന് വെള്ളം മണ്ണിൽ കലരുന്നില്ലേ? കക്കൂസ് ടാങ്കിലെ വെള്ളം ആ മണ്ണിൽ കലരുന്നുണ്ട്. സോ കിണറ്റിലേക്ക് വരുന്ന ഉറവ് വെള്ളവും തെളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെല്ലാം മണ്ണുകൊണ്ടാണ്. മണ്ണിൽ ധാരാളം ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ വെള്ളം കടന്നു പോകുമ്പോൾ അവയുടെ മാലിന്യങ്ങൾ നന്നായി അരിച്ചു മാറ്റുന്നു. അതുകൊണ്ടാണ് കിണറ്റിൻ്റെ വെള്ളത്തിൽ എന്തില്ലാത്തത്? ശുദ്ധ പദാർത്ഥങ്ങളൊന്നും ഇല്ലാത്തത്. അതേപോലെ കക്കൂസ് ടാങ്ക് കിണറിൻ്റെ അടുത്താണെങ്കിലും കിണർ വെള്ളത്തിൽ മാലിന്യം കലരാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് അല്ലേ? രണ്ടും അടുത്ത് വെക്കുന്ന സമയത്ത് കണ്ടില്ലേ, കിണറും അതേപോലെ കക്കൂസ് ടാങ്കും അടുത്താണ് എങ്കിൽ, കിണർ സെപ്റ്റിക് ടാങ്ക് അടുത്താണ് എങ്കിൽ ഈ സുഷിരങ്ങളുടെ വഴി ഈ അരിച്ചു വരുന്ന ഈ വേസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കക്കൂസ് ടാങ്കും സെപ്റ്റിക് ടാങ്കും അടുത്ത് വരാൻ പാടില്ല. നമ്മുടെ വീടുകളിലൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? സോ മിശ്രിതത്തിൽ നിന്നും ഘടകപദാർത്ഥങ്ങൾ വേർതിരിക്കാനുള്ള പല തരത്തിലുള്ള രീതികൾ നമ്മൾ പഠിച്ചു. അതൊന്ന് ഫില്ല് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിശ്രിതം എന്ന് പറയുമ്പോൾ അത് അരിക്കൽ അല്ലേ? ഇവിടെ അരിക്കൽ, ഞാൻ എന്ന് മാത്രമേ, അരിക്കൽ പ്രക്രിയയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിക്കാൻ കഴിയും. ഇപ്പോൾ ചായയിൽ നിന്നും തേയില അരിക്കുന്നു, ചായയിൽ നിന്നും തേയില അരിക്കുന്നു. ദെൻ പിഴിയലുണ്ടല്ലേ? നാരങ്ങയിൽ നിന്നും നീര് വേർതിരിച്ചെടുക്കുന്നു. നാരങ്ങയിൽ നിന്ന്, ആ പിക്ചർ തന്നിട്ടുണ്ടല്ലേ? നാരങ്ങയിൽ നിന്നും നീര് വേർതിരിച്ചെടുക്കുന്നു, പിഴിയൽ. ദെൻ ഉപ്പ് ലായനിയിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണം എന്ന് നാം പഠിച്ചു, ബാഷ്പീകരണം. ഇനി തെളിയൂറ്റൽ, വെള്ളത്തിൽ നിന്നും മണൽ വേർതിരിച്ചെടുക്കുന്നത് തെളിയൂറ്റൽ വഴിയാണ്. വേറെ ഏതാ വിട്ടുപോയിട്ടുള്ളത്? എല്ലാം പറഞ്ഞോ? പെറുക്കി മാറ്റലുണ്ട്. അരിയിൽ നിന്ന് കല്ല് നമുക്ക് പെറുക്കി മാറ്റിക്കൊണ്ട് വേർതിരിക്കാം. സോ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ വളരെ ചെറിയൊരു പാഠം, കെമിസ്ട്രിയിലെ വളരെ ചെറിയൊരു പാഠഭാഗമാണ്. കെമിസ്ട്രി ക്ലാസ് വീണ്ടും വേണമെന്ന്
ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, 1-2 ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സയൻസ് ആ ഒരു ഓർഡറിൽ ചെയ്ത് വരുന്നത് കൊണ്ടാണ് ക്ലാസ് കുറച്ച് അധികം വൈകിട്ടില്ല, എന്നാലും നിങ്ങൾ ചോദിച്ച ഉടൻ തന്നെ എനിക്ക് തരാൻ കഴിയാത്തത്. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പുതിയ പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. തന്മാത്ര, പദാർത്ഥങ്ങൾ, ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്ന രീതിയിൽ വേർതിരിച്ചു. പിന്നെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെ വേർതിരിക്കാൻ കഴിയും എന്ന് പഠിച്ചു. സോ അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവകളെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. പുതിയ ഒരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി, നമസ്കാരം.